ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് സത്സംഗത്തിൽ നമ്മൾ ഒരുമിച്ച് സത്സംഗത്തിലിരിക്കാറില്ല എന്നേ ഉള്ളൂ. ഇവിടെ സത്സംഗം നടക്കുന്നുണ്ട്, പക്ഷേ റെക്കോർഡായിട്ട് നമ്മളായിട്ട് സത്സംഗത്തിലിരിക്കണില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ സത്സംഗത്തിൽ വന്നത്. ഓരോന്നും ഓരോ ഈശ്വര നിയോഗം പോലെ എന്ന് പറയണ പോലെയാണ്. നമ്മളില്ലാച്ചാലും ഇപ്പോൾ 2 ദിവസമായിട്ട്, 2 ദിവസമല്ല, കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച മുതൽ ഇവിടെ ഭാഗവതം ഏപ്രിൽ 14 മുതൽ നമ്മുടെ അവിടെ സപ്താഹം തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ടീച്ചർ ഭാഗവതം വാങ്ങിയിട്ട് അത് വായിക്കണത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു. എനിക്ക് അറിയണ പോലെ നമുക്ക് ഒരുമിച്ച് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭാഗവതം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമുള്ളൊരു പുസ്തകമുണ്ട്, അത് നോക്കി വെച്ചിട്ട് അറിയുന്നത് പോലെ ഞങ്ങൾ പരസ്പരം വായിച്ച് അതിലെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു സത്സംഗം കൂടി നടക്കേണ്ട. അതെന്ന് ഉച്ചയ്ക്ക് രാവിലെ ഉച്ചയ്ക്കായിട്ട് ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും അതിനെപ്പറ്റി അറിവില്ലായിട്ടല്ല, നമുക്ക് കൊതി കൊണ്ട് അറിയുന്നത് പോലെ. അപ്പോൾ ധാരാളം ചാനലുകളൊക്കെ ഉണ്ട്, ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ കേട്ടിട്ടൊക്കെ പഠിച്ചൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല അങ്ങനെ. അപ്പോൾ കേട്ട് ഇരിക്കാൻ ചിലപ്പോൾ പലപ്പോഴും പല കാരണങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അവനവൻ വായിച്ച് 2 പേര് കൂടി ഒരുമിച്ചിരുന്ന് പരസ്പരം വായിക്കുമ്പോൾ അത് കുറച്ചും കൂടി തീവ്രത ഉണ്ടാവുമെന്ന് തോന്നണത് കൊണ്ടാണ് എന്തായാലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വ്യാഴാഴ്ച മുല്ലൂർലിത്തേവരുടെ അവിടെ വെച്ച് നാമജപത്തിന് മുമ്പ് പറഞ്ഞപ്പോൾ ഗുരുവായൂരുണ്ടായ അനുഭവത്തിനെ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് പലരും നെഗറ്റീവായിട്ടാണ് സ്വീകരിച്ചത്. അതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത. നമ്മൾ പറയുന്നത് പോലെ അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്നില്ല പലർക്കും. ഞാനത് എപ്പോഴും അതിലൊരു നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു അനുഭവം ഗുരുവായൂരപ്പൻ്റെ ഒരു ലീല പോലെയാണ് ഞാൻ പറഞ്ഞത്. അവർ തരാത്തതിലൊരു പരിഭവമൊന്നുമല്ല ഞാൻ അപ്പോഴും ഞാൻ ആസ്വദിച്ചത്. എപ്പോഴും ഞാൻ ആസ്വദിച്ചത് ഭഗവാന്റെ ഒരു ലീലയാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ കർമ്മപ്രാരബ്ധമാവും നമുക്ക്, അപ്പം അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കാരണം എന്താ വെച്ചാൽ ഭഗവാന് ഇത് മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ അവിടെ വച്ചിട്ട് ഒരു കുട്ടി വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യണ ആളാണ്, ഞാൻ അമ്മയെ കാണാറുണ്ട്, പക്ഷേ നേരിട്ട് വന്ന് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ പേര് പോലും ഞാൻ ആ കുട്ടിയുടെ മറന്നുപോയി എന്നുള്ളതാണ്.
അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല, അമ്മ ആഹാരം കഴിച്ചോ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ കൂടെ 2 പേരുണ്ട്, അവർ കൂടെ വന്നിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏടത്തിയമ്മ വന്ന് ഏട്ടനെ അന്വേഷിക്കണ തിരക്കിൽ അതൊക്കെ വിട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതൊരിക്കലും ഇതെല്ലാം കൂടിയിട്ട് അത് ഞാൻ അന്ന് പറയാൻ വിട്ടുപോയി. ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്കത് എപ്പോഴും ഭഗവാന്റെ ലീലയായിട്ടേ തോന്നിയുള്ളൂ. അല്ലാണ്ട് അത് മറ്റേ ഭക്ഷണം തരാത്തവരുടെ ദോഷമോ അങ്ങനെയൊന്നും ആയിട്ട് തോന്നിയില്ല. പക്ഷെ പലരും നമുക്ക് അതിൻ്റെ ഒരു കേട്ടിട്ട് അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറഞ്ഞു. എന്നാൽ അവർ എന്തേ അങ്ങനെ ചെയ്തത്, അതെന്താ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു. അതല്ല കേട്ടോ, നമ്മളെന്ത് പറയുമ്പോഴും ഞാൻ പറയണേ, ഏതൊരനുഭവം ഉണ്ടായാലും എന്തുണ്ടായാലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശത്തിനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കരുത്. ആദ്യം ഒരു പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. ഭഗവാനോട് അങ്ങനെ നമ്മൾ ഇത്രയും അടുത്തിട്ടില്ല. ഇപ്പോഴും ഒട്ടും അടുത്തിട്ടൊന്നും അല്ല പറയണേ. ഇപ്പം ഭഗവാനായിട്ട് ക്ലോസ് അങ്ങനെയൊന്നും അല്ല പറയണേ. എന്നാലും അല്പമെങ്കിലും ആ ഭഗവാന്റെ ആ വൈഭവത്തിനെ മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ നാമജപത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അതിനെ നെഗറ്റീവായിട്ടൊന്നും കാണാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ട് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിൻ്റെ നെഗറ്റീവായിട്ട് ദയവ് ചെയ്ത്, അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ. ഞാൻ പറയുകയാണ്, നെഗറ്റീവായിട്ട് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യല്ലേ, എടുക്കരുതെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ ഓരോ ഭാഗവതം കേൾക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു മഹത്വം ഇതൊക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പലരുടെയും ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തൊക്കെയോ ഭഗവാന്റെ കഥകൾ പറയണു, അത് അങ്ങനെ അതൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. ഇപ്പം ഭഗവാന്റെ കഥകൾ ആർക്കും അറിയാത്തത്? ഇത്ര ദിവസമൊക്കെ അവിടെ ചെന്നിരുന്ന് കേൾക്കണമെന്നുണ്ടോ? ഒരു തവണ പറയണത് തന്നെയല്ലേ പിന്നെയും പറയണത്. പക്ഷെ അതല്ല, നമ്മളുടെ ജീവിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭാഗവതത്തിലൂടെ നമുക്ക് മഹാത്മാക്കൾ പറഞ്ഞു തരുന്നത്. അതൊക്കെ നമ്മുടെ ജീവിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ്. ധാരാളം കഥാരൂപത്തിൽ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് പലതും പറയണത്. അത് നമ്മൾ പറയുന്നവരുടെയും, ഇപ്പോൾ പറയുന്നവർ നല്ല ഒരു ഭാവത്തിൽ ഭക്തിയോടുകൂടി പറയണു എന്നുള്ളത്, കേൾക്കുന്നവർ അതേ ശ്രദ്ധയോടുകൂടി ഇരിക്കാതെ കണ്ടിരുന്നാൽ അത് വേണ്ടതുപോലെ ബോധ്യാവില്ല. അല്ലെങ്കിൽ പറയുന്നവർ വേണ്ടതുപോലെ അല്ല പറയണമെന്ന് വെച്ചാലും കേൾക്കണവർക്ക് ബോധ്യാവില്ല. അപ്പോൾ അത് 2 തലത്തിലിരുന്നിട്ട് പറയുമ്പോൾ, അപ്പോൾ പറയുന്നവരും കേൾക്കണവരും ഒരുപോലെ മനസ്സോടുകൂടി ഇരിക്കണം. ഞങ്ങളുടെയൊക്കെ ഇത്തവണത്തെ, ഞങ്ങളുടെ എന്ന് പറയണില്ലേ, നമ്മുടെ എന്ന് തന്നെ പറയട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് ഇത്തവണ വരുന്നത് ശ്രീകണ്ഠേശ്വരം സോമവാര്യരാണ്. അദ്ദേഹത്തിൻ്റെ സപ്താഹം ഞാൻ ശരിക്കും നേരിൽ ഒരു സപ്താഹമേ കേട്ടിട്ടുള്ളൂ. അത് കേട്ട് എനിക്ക് കൊതി തീർന്നില്ല. അപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും മുഖതാവിൽ നിന്ന് കേൾക്കണതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം സപ്താഹത്തെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ എൻ്റെ അനിയൻ എടനാട് രാജൻ നമ്പ്യാർ അദ്ദേഹം പറയുണ്ടായി. ഓരോന്ന് കേൾക്കുമ്പോഴേക്കും അല്ല, ചിലതുണ്ടല്ലോ ഭാഗവത സപ്താഹത്തിൽ തന്നെ ചില ആചാര്യന്മാരുടെ ഭാഗവതത്തിൽ, അതായത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഭാവം അനുസരിച്ചിട്ട് വളരെയധികം പ്രേമത്തോട് കൂടിയിട്ട് കൃഷ്ണകഥകൾ പറയും. ആ കൃഷ്ണകഥകളാണ് അവരുടെ ഒരു മാസ്റ്റർ പീസ്. അതുപോലെയല്ല വേറെ ഒന്നും. അവർക്ക് ആ കൃഷ്ണകഥകൾ പറയാനിങ്ങനെ കൊതിയായിട്ട് കാത്തിരുന്ന് കൃഷ്ണകഥകൾ പറയുമ്പോൾ അത് കേൾക്കണവർക്കും പറയണവർക്കൊക്കെ ഒരേപോലെയാണ്. എന്നാൽ ചില ആചാര്യന്മാരുടെ അടുത്ത് ചെന്നിരുന്നാൽ നരസിംഹാവതാരം പറയണ കേൾക്കാനാണ് നല്ലത്. നരസിംഹാവതാരം അങ്ങോട്ട് പറയണ കേട്ടാൽ ആ നരഹരിയായിട്ടുള്ള ഭഗവാൻ നമ്മളുടെ അടുത്തുണ്ട് എന്ന് തോന്നും. അവിടെ നമുക്കിങ്ങനെ കാണുന്നത് പോലെ തോന്നും.
അത് അതല്ല അങ്ങനെയായിട്ട് നമുക്ക് അനുഭവം. ചിലവരുടെ ആ ഭദ്രകാളി പ്രാദുർഭാവം അങ്ങോട്ട് പറയുമ്പോൾ ആ അമ്മയെ നമുക്കിങ്ങനെ മുന്നിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു ഭാഗം ഒരു പ്രത്യേകമായിട്ട് അത് ഓരോ ജീവൻ്റെയും ഗതി എന്ന് പറയുന്ന പോലെ ഇതും അതെ. ആ ഒരു പക്ഷേ ഇദ്ദേഹം ഏതൊരു ഭാഗവതത്തിലെ ഏതൊന്ന് പറയുമ്പോഴും ഓരോ ഭാഗവും അങ്ങനെ പ്രധാനപ്പെട്ടതോ പ്രധാനപ്പെടാത്തതോ ഒന്നുമില്ല. ഭാഗവതത്തിലൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്നാലും നമ്മൾ പറയും പ്രധാനമാണ് ഭദ്രകാളി അവതാരം, പ്രധാനമാണ് നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കും. വരാഹാവതാരം, അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് പറയും. പക്ഷെ ഇദ്ദേഹം അതിലെ ഓരോ വാക്കുകളും എടുത്ത് പറയുമ്പോൾ അതിൽ മുഴുവനും ആ പരമമായ പ്രേമ ഭക്തി നിറഞ്ഞിട്ട് അത് കേൾക്കണവരുള്ളും ആർദ്രമായിട്ട് തീരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെയുള്ള ആ മഹാത്മാക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കണം, ധാരാളം കേൾക്കണം. ധാരാളം കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും നാമജപമൊക്കെ കൂടുതൽ 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 ഉൾക്കൊണ്ടുകൊണ്ട് ജപിക്കാൻ പറ്റുള്ളൂ. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നാമം ജപിക്കണം. നാമം ജപിക്കണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാവണം അത് എന്ന് പറയും. അതായത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ നാമം ജപിക്കണം. ആ നാമം ജപിക്കണമെങ്കിലോ ഈശ്വരാധീനം ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടി എന്ന് വിചാരിച്ചാൽ ഈശ്വരാധീനം ഉണ്ടെങ്കിലേ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. എന്നുവെച്ചാൽ പൂർവ്വജന്മകൃതമായിട്ടുള്ള വാസനകൾ പൂർവ്വജന്മത്തിൽ നമ്മൾ വിചാരിക്കണ്ട ഈ ജന്മത്തിൽ അങ്ങോട്ട് എനിട്ടിരുന്ന് നമ്മളിത് അപ്പോൾ ആ ഭഗവാന്റെ കഥകൾ പറയണമെന്ന് നാമം അല്പമെങ്കിലും ആകെ കൂടി കുറച്ച് നേരെ ജപിക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ എന്തൊക്കെയോ ചെയ്ത പോലെയാണ് നമ്മളുടെയൊക്കെ ഒരു ഭാവം. അപ്പോൾ അത്രയും സമയം നമുക്ക് നാമം ജപിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് സുകൃതം എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പൂർവ്വജന്മഗതമായിട്ട് നമ്മൾ ആദിച്ച വാസനയെ ഭഗവാൻ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ അതിനോട് അടുപ്പിച്ചിട്ട് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ആ നാമജപത്തിൽ അല്ലെ ഒരു അമ്പലത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ തൊഴാൻ പോയതായിരിക്കും. അപ്പോഴാണ് കുറച്ച് പേര് അവിടെ ഇരുന്ന് നാമം ജപിക്കണ കാണണേ. എന്തോ ആരോ ചെയ്യണം, എന്താ ഇവർക്ക് ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ പോയതൊക്കെ ചിലപ്പോൾ ആദ്യം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വരും. ഇവിടെ വന്നിരുന്ന് എന്തിനങ്ങനെ ഉറക്ക നാമം ജപിക്കണേ? അമ്പലത്തിൽ വരുന്നവർക്ക് അവരുടെ ഇതില്ല. അപ്പം അവർക്ക് ഓരോരുത്തർക്ക് ചില ദിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഉറക്ക നാമം ജപിക്കരുതെന്ന് പറയും. ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഉറക്ക നാമം ജപിക്കാൻ പാടില്ല, മിണ്ടാണ്ട് മനസ്സിലേ ജപിക്കാവൂ. ചില അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ പറയുമ്പോൾ ഉറക്ക നാമം ജപിക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളുണ്ടായത് തന്നെ ഈശ്വരനാമം ജപിക്കാനുള്ള ഒരു സങ്കേതം എന്താ സത്സംഗത്തിനൊക്കെയുള്ള സങ്കേതമാണ്. അവിടെ നാമം ജപിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നാമം ജപിക്കാൻ പറ്റുക? അപ്പം അങ്ങനെ പറയും. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയും ഞങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്, ഞങ്ങളും ജപിക്കണമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ജപത്തിന് തടസ്സമാണ് നമ്മൾ നാമം ജപിക്കുന്നത്, അവരെ ജപത്തിന് തടസ്സമാണ് എന്ന് പറയും. ഏതൊരു ഈശ്വരനാമം കേട്ടാലും അതിലങ്ങോട്ട് മനസ്സലിഞ്ഞിട്ട് അവരോട് കൂടിയിട്ട് നമുക്ക് ഉറക്ക നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളൊരു പ്രേമഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ശരിക്കും നമുക്കിപ്പോൾ ചിലവരിപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കണവരുണ്ടാവും. ഗുരുവായൂരൊക്കെ പോയാൽ കാണാം പലരും. ചിലവർ ജ്ഞാനപ്പാന വായിക്കണ കാണാം, ചിലവർ നാരായണീയം വായിക്കണ കാണാം, ചിലവർ വിഷ്ണു സഹസ്രനാമം വായിക്കണ കാണാം. അപ്പോൾ അവർ അത് വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ബഹളങ്ങളോ ലഹളകളോ ഒന്നുമില്ല. അതൊന്നും അവരെ ബാധിക്കില്ല. അവരതങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. വായന തീർന്നു കഴിയുമ്പോഴാവും ചിലപ്പോൾ നമ്മളവിടെ അടുത്തിരുന്ന് നാമം ജപിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പം നമ്മളുടെ കൂടെ ചേർന്ന് നാമം ജപിക്കും. അതേസമയം നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ പറയും ഞാൻ ഇവിടെ ഇരുന്ന് വായിക്കണ കണ്ടുകൂടെ, നിങ്ങൾക്കൊന്ന് മനസ്സിൽ ജപിച്ചാൽ പോരെ, ഉറക്കം ജപിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പം ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അവർ വായിക്കണത് തെറ്റിക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ജപിക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുള്ള ആൾക്കാർ ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് രാഷ്ട്രീയം മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ ഞാൻ പറയാറുണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. നാമം ജപിച്ചാൽ മാത്രമേ അവരുടെ കോൺസെൻട്രേഷൻ പോവുള്ളൂ അങ്ങനെയുള്ളവരുടെ. അപ്പം നാമം നമ്മൾ ഏതൊന്നാണോ നമ്മൾ ചെയ്യണത് അതിൽ മനസ്സുറപ്പിച്ചിട്ട് അതങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നാമം ജപം ഉണ്ടാവുമ്പോൾ എന്താ വിചാരിക്കേണ്ടത്?
മറ്റുള്ള കാര്യങ്ങളൊന്നും ചെവിയിലേക്ക് എത്താണ്ട് നാമജപമാണല്ലോ എത്തണത്. അത് നല്ലതാണ്. നാമജപത്തിൻ്റെ നടുക്കിരുന്നിട്ടൊരു ഉപാസന ചെയ്യാൻ വെച്ചാൽ അത് വളരെ നല്ലതല്ലേ. അപ്പോൾ ഇവിടെ അമ്പലങ്ങളിലൊക്കെ നാമജപം നടക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന മേൽശാന്തി പല വിധത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ പൂജ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാം, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാം, ആ ദീപാരാധനയ്ക്കൊക്കെ നടയടച്ചു കഴിഞ്ഞാൽ ഉറക്കെ നാമം ജപിക്കുക. നട തുറക്കണം വരെ അവിടെ നിന്ന് ഉറക്കെ നാമം ജപിക്കുക എല്ലാവരും കൂടിയിട്ട് നട അടയ്ക്കുമ്പോൾ. അപ്പോൾ തിരുമേനി മേൽശാന്തി പറയണം, അതെ നിങ്ങൾ ആരും ഒന്നും മിണ്ടാണ്ടിരിക്കും, ഞാനിവിടെ മന്ത്രം ജപിക്കുന്നതൊക്കെ തെറ്റിപ്പോണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിലൊരർത്ഥമുള്ളത്? അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് ആ നാമജപം കേൾക്കുക. അതിനാണ് ഉറക്ക നാമം ജപിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അമ്പലത്തിലിരുന്ന് അങ്ങനെ ഉറക്ക നാമം ജപിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ കേട്ടുപോകും, പിന്നെ ആ ജപിക്കണേലൊരു രസം വരും. പിന്നെ നമ്മളുടെ നാവിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ ആ നാമം നമ്മുടെ നാവിലും വരും. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടിട്ട് കുറച്ച് ജപിക്കും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടിട്ട് അവർ ജപിക്കാൻ തുടങ്ങും. അങ്ങനെ നാമം ജപിച്ച് തുടങ്ങുകയാണ്. എങ്ങനെ പൂർവ്വവാസനയുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് അത് ജപിക്കാൻ പറ്റണത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈശ്വരാധീനം കൊണ്ടാണ്. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നാമം ജപിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പൂർവ്വവാസന നമ്മൾ ഉണരണത് ആ നാമജപത്തിലൂടെയാണ്. അങ്ങനെ ആ നാമം ജപിച്ച് കുറേ നാമം ജപിക്കുമ്പോൾ ആ സുഹൃതം കൊണ്ട് നമുക്ക് ഈശ്വര കഥകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാവുക ചെയ്യണേ. അങ്ങനെ ഭാഗവതാദി കഥകൾ സപ്താഹയജ്ഞം പോലെയുള്ളതിനൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കണം. അപ്പം അങ്ങനെ സാധിക്കുന്ന സമയത്തും നമ്മൾ ഭക്തി ശ്രദ്ധയോടു കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ട് മനസ്സിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ആ കഥകൾ ഇപ്പോൾ വായിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുണ്ടായില്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം ഉണ്ടാവില്ല. ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിരുന്നാൽ ഈ മനസ്സിലാവാത്തത് കൊണ്ട് ഒരു പക്ഷേ ഉറക്കം വന്നു എന്ന് വരാം. അപ്പോൾ നമുക്ക് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നാവിൽ മനസ്സിലിങ്ങനെ നാമം ജപിച്ച് ആ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ചരിതമാണ് അവിടെ പാരായണം ചെയ്യണത്. ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭാഗവതം. അത് ആ വാഗ്മയീ രൂപമാണ് ഭാഗവതം. അപ്പോൾ ആ വൈഖരി ആയിട്ട് ഭഗവാൻ നമ്മളുടെ ആ കർണപുടത്തിലൂടെ ഹൃദയത്തിൽ വന്ന് പ്രകാശിക്കുകയാണ് ഉണ്ടാവണത് എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ആ ഭഗവാനെ മാത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് ആ ഭാഗവതവേദിയിൽ ഇരുന്നിട്ട് കഥകളൊക്കെ കേൾക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ഈശ്വരനോട് അടുക്കും. ഓരോ കഥകളും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതെന്താ അങ്ങനെയായത്, ഇതെന്താ ഇങ്ങനെയായത്, അതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ചിലരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്കതൊന്നും മനസ്സിലാവില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വെച്ചെങ്കിൽ ആ പറയുന്നതിനെ ഉൾക്കൊള്ളണില്ല എന്നുള്ളതാണ്. അതിനെ ഉൾക്കൊള്ളണില്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ബോധത്തോടു കൂടിയിട്ട് ഈ പറയുന്നതിനെ എങ്ങനെയെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ട് അതിന് വിരുദ്ധമായിട്ട് അങ്ങനെ ഒരു വാദപ്രതിവാദം നടത്തുക എന്നുള്ള ഭാവത്തിലാണ് കേൾക്കുന്നത്. അവൻ ആദ്യമേ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഞാനാണ് ശരിയെന്ന്. അപ്പോൾ പിന്നെ മറ്റത് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. ഒരു ഉദാഹരണം, എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഒരാളോട്, ആളാരാന്നൊന്നും ഞാൻ പറയണില്ല, നിരീശ്വരവാദി എന്നാണ് പറയേണ്ടത്. കുറച്ച് കാലമൊക്കെ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് അമ്പലത്തിലൊക്കെ പോവും, ഈശ്വരനാമങ്ങൾ സന്ധ്യാനാമമൊക്കെ ജപിക്കും, അങ്ങനെ നടന്നിരുന്നു. പിന്നെ ഈശ്വരനില്ല എന്നുള്ളൊരു ഭാവത്തിൽ എത്തി. എന്തോ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചായിരുന്നു. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം മനസ്സിൽ ഉദ്ദേശിക്കുകയാണെങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കാണ്ട് വെറുതെ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഒന്നും ലഭിക്കില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷ 10ാം ക്ലാസ്സിൽ എനിക്ക് റാങ്ക് വേണമെന്ന് വിചാരിച്ച് എന്നും ഈശ്വരനെ മാത്രം നാമം ജപിച്ച്
ഇരുന്നിട്ട് കാര്യമില്ല. അത് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും കൂടി വേണം. ആ പ്രയത്നം ഒരു ഈശ്വരപൂജയായിട്ട് ഭഗവാൻ സമർപ്പിക്കണം. അതാണ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ ചെയ്തിട്ട് അത് ഈശ്വരപൂജയായിട്ട് സമർപ്പിച്ചാൽ അതാണ് ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തോ ഉദ്ദേശിച്ചു, അത് നടന്നില്ല. എന്ത് കാരണം കൊണ്ടാന്ന് നിശ്ചയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി. അപ്പോൾ ചിന്താഗതിയായി. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും പിന്നെ ഒന്നും പറയാൻ ഓരോരുത്തരുടെയും മനോഭാവം പോലെയല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വാദിക്കാൻ വരുമ്പോഴൊന്നും ഞാൻ ഒന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാ ഒരു വാദപ്രതിവാദം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാണ്ടിരിക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയും, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, അങ്ങനെയും ഞാൻ പറയാറില്ല കേട്ടോ. അപ്പോൾ മനസ്സിലാവില്ല എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറയണതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാവാനോ പറ്റില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും നമുക്ക് ആ ഭക്തിയുടെ ഓരോ തലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയും ആ ഭക്തിയുടെ തലങ്ങളെന്ന് പറഞ്ഞാൽ പലതും വേണ്ട രീതിയിൽ ആവണമെന്നൊന്നുമില്ല എന്നുള്ള ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ നമ്മളുടെ ചിന്താഗതികളെ കുറിച്ചിട്ടും അങ്ങനെ ഓരോ നമ്മുടെ ജീവിതത്തിലോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ എല്ലാ സർവഭൂതദയ, അതുപോലെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുക, സർവഭൂതദയ ഉണ്ടാവുക, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക, തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, വയസ്സായവരെ ബഹുമാനിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഒരു മനുഷ്യനായിടാം. അപ്പോഴാണ് മനുഷ്യനാവുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വക സ്വഭാവങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അത് അങ്ങനെയാണ് പിന്നെന്തിനാ ഈശ്വരനെ നമ്മൾ ഭജിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു തർക്കം അവിടുന്ന് തുടർന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഇന്നതാണ് അത് പറഞ്ഞതൊക്കെ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പലരും നമ്മളുടെ ചിന്താഗതിയൊക്കെ തെറ്റാണ്. നമ്മളൊന്നല്ല, അവരുടെയൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലിരുന്ന് ആ ഭഗവാന്റെ ആ ഒരു മഹത്വം എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ആ ഈശ്വരൻ്റെ ചൈതന്യം അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും അത്ഭുതത്തോട് മനസ്സിലാക്കി. പക്ഷേ അതിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ അങ്ങനെയാവണമെന്നില്ല. അതേസമയം ഞാൻ പറയണത് മാത്രമേ ശരിയുള്ളൂ എന്നൊരു ഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ പറഞ്ഞാലും അത് ബോധിക്കില്ല. ആ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന് ആലോചിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ബോധിക്കില്ല. അതൊക്കെയാണ് കർമ്മവാസന എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു ഞാൻ മുല്ലോർലി ക്ഷേത്രത്തിലെ ഒരു സപ്താഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു മരങ്ങാട് മുരളീകൃഷ്ണൻ തിരുമേനിയുടെ ഒരു കുറച്ച് സപ്താഹത്തിൽ കേട്ട കുറച്ച് വാക്കുകൾ കർമ്മവാസനയെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമായി കുറിച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു. ശരിക്കും അതുതന്നെയാണ് ആ ഓരോ ജീവൻ്റെയും ഇത് പറയണത്. അത് കേട്ടപ്പോൾ എനിക്ക് ഈ അനുഭവം കൂടി വച്ച് കേട്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവവും നമ്മളപ്പോൾ ആരെയും നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാൻ പോണില്ല. അതൊക്കെ ഭഗവാന്റെ എപ്പോഴാണോ ഓരോരുത്തർക്കും ഓരോന്നും വന്ന് ഭവിക്കുന്നത് അത് അപ്പോഴാണ് വന്ന് ഭവിക്കുക. അതൊക്കെ ഈശ്വരേച്ഛയാണ്. അല്ലാണ്ട് ഞാൻ എന്നുള്ളൊരു ഭാവത്തിൽ ഞാൻ എന്നുള്ള അഹംഭാവത്തോട് കൂടിയിട്ട് ആരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും മനസ്സിലാവില്ല. ആ ഈശ്വരൻ്റെ ആ ഒരു വൈഭവത്തെ മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ അനുഭവിക്കുമ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഈ അനുഭവം ഉണ്ടാവണമെന്ന്.
പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒരുപോലെ അനുഭവം ഉണ്ടാവുക. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചൊക്കെ വ്യത്യാസമാണ് വരിക. അതൊക്കെ നല്ലോണം അറിയാം. എന്നാലും പിന്നെയും ഒരു കൊതി എല്ലാവർക്കും അനുഭവം ആവണേ. അപ്പോൾ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി. നാമം ജപിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളെ കൊണ്ടും പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുക, അത്രയും നമുക്ക് സാധിക്കുള്ളൂ. ഈശ്വരേച്ഛ പോലെ ആണ് വരണതെന്നുണ്ടെങ്കിലും അത് പറഞ്ഞോണം തന്നെ വേഗം ആ ഭഗവാന്റെ ആ കൃപയ്ക്ക് പാത്രമാവട്ടെ മറ്റുള്ളവരൊന്നും കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തിരുന്നിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധാഭക്തിയോടുകൂടി ഇരിക്കുക. എല്ലാവർക്കും ഇതുപോലെ ആ ഈശ്വരനിൽ പരമമായ പ്രേമം ഉണ്ടാവണേ, ഈശ്വര കഥകളിൽ ശ്രദ്ധയുണ്ടാവണേ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. അത്രയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് 7-ാം തീയതിയായി. ഇനി 8, 9, 10 അല്ലേ, ഒരു 4, 3, 7 ദിവസം കൂടി കഴിഞ്ഞാൽ സപ്താഹമാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ. ഭഗവാൻ എങ്ങനെയാണോ നമ്മളെയൊക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സാധിക്കുന്നവരൊക്കെ വരൂ. അതിൻ്റെ ഈ ഒരു ലൊക്കേഷൻ ഞാൻ പല വീഡിയോകളുടെ അടിയിലും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ, അമ്പലത്തിലേക്ക് വരുന്ന ലൊക്കേഷൻ. എല്ലാവരും വരണം. കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെ സോമവാരിയെ പോലെയുള്ള ആചാര്യന്മാരുടെ അടുത്തുനിന്ന് കേൾക്കുക വെച്ചാൽ വളരെ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഏതൊരാൾക്കും കേട്ടാൽ പിന്നെ എണീറ്റ് പോകാൻ തോന്നാത്ത രീതിയിൽ അദ്ദേഹം അത്ര മനോഹരമായിട്ട് ഭക്തിരസത്തോടു കൂടിയിട്ട് അതിനെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥ പറയണത്. അതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഭാഗവതം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായി, ഒരു 4 അധ്യായം മാഹാത്മ്യം 4 അധ്യായം ആയിട്ടുള്ളൂ ഇത്ര ദിവസമായിട്ട്. ആ 4 അധ്യായം പാരായണം ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ എന്നോട് ടീച്ചർ ചോദിച്ചു, ഇതൊക്കെ അമ്പലത്തിൽ വന്നിരുന്ന് ഇതുപോലെ പറഞ്ഞൂടെ, എല്ലാവരും കേൾക്കലേ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അതിന് നല്ല ഉപാസന, ഭാഗവതത്തിനെ അത്രയും ഉപാസിക്കണം. എന്നും നിത്യപാരായണത്തിലൂടെ ഭാഗവതം ഉപാസിക്കണം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അത്രയും നിത്യോപാസന ചെയ്തിട്ട് ഭാഗവതത്തിനെ ഉപാസിച്ച് നമ്മൾ ആ ഭാഗവതത്തിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരോട് ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് എന്ന് പറയണു, ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൊതി കൊണ്ട് നമ്മളിരുന്ന് വായിക്കണോ, അത്രയേ ഉള്ളൂ എന്ന് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു. അപ്പം എന്നാലും കഥകൾ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. കഥകൾ പറയാം, ഭാഗവതത്തിലെ സന്തോഷമേ ഉള്ളൂ ഭാഗവതത്തിലെ കഥകൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മദേവൻ്റെയും ഒക്കെ ആ കഥകൾ പറഞ്ഞപ്പോൾ അമ്മ ഇനിയിപ്പോൾ ഈ കഥകളായിട്ട് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ആലോചിക്കുന്നുണ്ട്, എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കഥകളായിട്ട് പറയാൻ. അപ്പം ഇനി ഓരോ ദിവസവും ഈ സപ്താഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം കിട്ടുന്ന ആ ഒരു തിരക്ക് കുറച്ച് ഇനി ആ സമയം കിട്ടുന്നത് പോലെ ഈശ്വര കഥകൾ പറയാനായിട്ട് ഒരു മനസ്സ്, അത് ചോദിച്ചപ്പോൾ ഒരുപാട് കൊതി. ആത്മദേവൻ്റെയൊക്കെ കഥ ഇങ്ങനെ പറയാനൊക്കെ ഒരുപാട് കൊതി. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ പോലെ, ആ ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തരുന്ന സമയം പോലെ നമുക്ക് ഓരോ ദിവസവും അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ്, ഓരോ ഭാഗങ്ങളിലുണ്ടാവുന്ന കഥകൾ പറഞ്ഞിട്ട് നമുക്ക് പാരായണം ചെയ്യാനൊന്നും എനിക്കറിയില്ല. കഥകൾ മാത്രമായിട്ട് പറയണം എന്നൊരാഗ്രഹമുണ്ട്. ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാന്റെ ഇച്ഛാച്ച അതുപോലെ വരട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മനസ്സ് ആ ഒരു ഭാവത്തിലാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സത്സംഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയും എപ്പോഴും നാമം ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ പിന്നെ ഇതൊക്കെ എന്താവും, ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നിന്ന് ലൈവ് വരണതോ, അത് കുറേ ദിവസം ഇവിടെ
വൈഫൈ ഒക്കെ ഇല്ലാണ്ട് പോയി. അപ്പോൾ അത് ഇപ്പോഴാണ് കുറേശ്ശെങ്കിലും ഒന്ന് ശരിയായേക്കണേ. അപ്പോൾ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റണ വരെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുക ഇതൊന്നും വേണ്ടാന്ന് ഗുരുവായൂരപ്പൻ ഇങ്ങനെ പറയണത്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭാഗവതം വായിച്ച് നാരായണീയം വായിച്ച് ആസ്വദിച്ചോളൂ എന്ന് പറയണതാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അത് കാരണം കൊണ്ടൊക്കെ അപ്പം അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഓരോ ദിവസങ്ങൾ അങ്ങനെ ഓരോന്നിൽ ലയിച്ച് ഇങ്ങനെ ഇരിക്കുക. അതൊരു രസമാണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കാനാണ് തോന്നണത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ചിട്ട് സത്സംഗം അവിടെ സമർപ്പിക്കാം. ഈശ്വരേച്ഛ പോലെ നമുക്ക് കുറച്ച് ഓരോ ദിവസം അങ്ങനെ കഥകൾ പറയാൻ ഞാനങ്ങനെ വരാം. അത് എത്രണ്ട് ബോധ്യം നന്നാവും എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. കൊതി കൊണ്ട് പറയണതാണ്. അപ്പോൾ അത് അങ്ങനെ ഓരോ കഥകളിലൂടെ, ഭാഗവത കഥകളിലൂടെ ഇനി കുറച്ച് നമുക്ക് സഞ്ചരിക്കാമെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആഗ്രഹിച്ചാൽ അത് ഭഗവാൻ അവിടെ പ്രകടമാകും, ഉറപ്പാണ്. അപ്പോൾ ഭഗവാൻ അത് വേണ്ടതുപോലെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ നാമജപം എല്ലാവരും കൂടി അതിനു വേണ്ടി സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ആ ഈശ്വരഭാവം തെളിഞ്ഞു വരട്ടെ. എല്ലാവരും ഉള്ളിലിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനെ അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ കർമ്മപ്രാരാബ്ധം എന്ന് പറയണു. അതുപോലെ മറ്റേ ഒരു ചെറിയ ഒരു കാരണം മനുഷ്യനാകുമ്പോൾ നമുക്കിതൊക്കെ ദുഃഖം തന്നെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന പല ദുഃഖങ്ങളെയും നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിലുണ്ടായിരുന്ന കൃഷ്ണകുമാരി എന്ന് പറഞ്ഞിട്ടൊരു അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയണമെന്നേ ഉള്ളൂ, എന്നെക്കാളൊക്കെ വളരെ താഴെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അങ്ങനെ നാമജപത്തെ കണ്ടുപറ്റിയിട്ട് മെസ്സേജ് അയക്കും. ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ വിളിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുപ്പായിരുന്നു. ഒരു തവണ മാത്രമേ ഞങ്ങൾ നേരിൽ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വളരെയധികം അടുപ്പത്തിലായിരുന്നു. പല കാര്യങ്ങളും അവർക്കിങ്ങനെ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ പോലും പരസ്പരം പങ്കുവച്ച് അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഗുരുവായൂർ പോണ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ അടുത്ത് 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെ ഒരു ദിവസം മുല്ലോർലി തേവരുടെ അടുത്ത് സപ്താഹത്തിന് വരണം എന്നൊക്കെയാണ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും തിരക്കിലായിപ്പോയി. എനിക്ക് അസുഖം വന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അസുഖമൊക്കെ വരണതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അതായത് ഗുരുവായൂർ ഉത്സവത്തിന് മുമ്പാണ് എന്നോട് സംസാരിച്ചത്. അതിന് ശേഷം ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞു. ഞാനും തിരക്കിലായി. ഞാനങ്ങനെ പിന്നെ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും കാണുമ്പോൾ ഒക്കെ എന്നല്ലാണ്ട് പിന്നെ വേറെ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഞാൻ പറഞ്ഞില്ല, കസിൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കൃഷ്ണകുമാരിയുടെ ഒരു പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോണ്ട് കൃഷ്ണകുമാരിയുടെ മകൻ്റെ ഫോട്ടോ. അപ്പോൾ അത് കണ്ടാൽ എനിക്കറിയാം. കാരണം ഞാൻ അവരുടെ കൃഷ്ണകുമാരിയുടെ DP-യിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് കേട്ടപ്പോൾ പറഞ്ഞു, അമ്മ തീരെയും സുഖമില്ലാണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്, തീരെ വയ്യ, അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർമാർ പറയണേ. സുദർശനാമ്മയെ പ്രാർത്ഥിക്കും, നിങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ ഗ്രൂപ്പിലൊന്നും ഇടൂ കേട്ടോ, അമ്മ പ്രാർത്ഥിക്കണേ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ ആദ്യം തന്നെ ഗ്രൂപ്പിൽ എല്ലാവരോടും നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടതാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മോനെ വിളിച്ചപ്പോൾ ഒരു സുഖമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു പെട്ടെന്ന്. പിന്നെ മോൻ മെസ്സേജ് അയച്ചു, അമ്മ പോയി സുദർശനാമയെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. ഒരുപാട് പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു
ഷോക്ക് പോലെ തന്നെയായി. അത് എന്താ ഉണ്ടായി, അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നൊന്നും അറിഞ്ഞിരുന്നില്ല അതിനെപ്പറ്റി. കാരണം എന്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും തുറന്ന് പറയണ ഒരാളായിരുന്നു. അത് എന്നോട് ഇങ്ങനെ പങ്കുവെക്കാറുണ്ടായിരുന്നു, വയ്യ എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല, അങ്ങനെ അസുഖത്തെ പറ്റിയിട്ടൊന്നും പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് പറയണത്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഇത് അങ്ങനെ ചോദിക്കുക, കുട്ടികളോടൊന്നും ചോദിക്കാനും വയ്യ, ഈ ഒരു അവസ്ഥയിൽ എന്ത് ചോദിക്കാനാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ മകനോട് ചോദിച്ചത്. അപ്പം അയാൾ പറഞ്ഞു, അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഗുരുവായൂർ പോയി വന്നതാണ്. പോയി വന്നതിൻ്റെ പിന്നാലെ അമ്മ പെട്ടെന്ന് ഛർദ്ദിച്ചു, സോഡിയം കുറഞ്ഞ പോലെയായി. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും അമ്മ ഇങ്ങനെ കുഴഞ്ഞു പോയി. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് കിഡ്നി രണ്ടും കിഡ്നിക്കാണ്, അതായത് ക്രിയാറ്റിൻ ഒരുപാട് അളവ് കൂടുതൽ, പെട്ടെന്ന് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. വേഗം ICUലായി, പെട്ടെന്ന് തന്നെ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ്. ആ പോയ ജീവൻ്റെ സുഹൃതം അത് ഒന്നും അറിയാണ്ട് അത് പോയി, അത് ശരിയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ആ കുട്ടികളൊക്കെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ളൂ. ഒരിക്കൽ സുദർശനാമൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഇവിടെ വച്ചിട്ട് നാമം ജപിക്കണം, സത്സംഗം വേണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം എൻ്റെ ഇവിടെ വീട്ടിൽ വന്ന് എന്നെ കാണണം, ഞങ്ങൾ വരാം എന്നൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കാണാനും പറ്റിയില്ല. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോയി. അതുകൂടി ഒന്ന് ഈ ഒരു ഇതിൽ അവരുടെ ഒരു സ്മരണയും കൂടിയും നമുക്ക് അവർക്കും കൂടി വേണ്ടി, നമുക്കപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളുണ്ട്, പലരും ഉണ്ട് അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിട്ട് കിടക്കണതും ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഓരോരുത്തരും പറയുന്നു ദുഃഖങ്ങൾ. കാരണം അവർക്ക് ആശ്രയം ഈശ്വരനേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നാമം ജപിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണേ ഈശ്വര, രോഗങ്ങളിൽ ദുരിതങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. എല്ലാവരുടെ മനസ്സിനും എന്തു തന്നെ ഭവിച്ചാലും, ജീവിതത്തിൽ കർമ്മപ്രാരാബ്ധം കൊണ്ട് എന്തു തന്നെ വന്നു ചേർന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടാവണേ എന്നൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അടുത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടോ ദ്രവ്യം കൊണ്ടോ ഒക്കെ നമ്മളൊക്കെ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് നമുക്കിപ്പോൾ ഇതിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് അറിവില്ലാത്ത ഒരാൾക്ക് പൈസ കൊണ്ട് പോലും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. കാരണം എന്താ വെച്ചാൽ അതും നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്. പലർക്കും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് സാമ്പത്തികമായിട്ട് സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ പിന്നീട് ചില എല്ലാവരും ഒന്നും പറയണില്ല കേട്ടോ, 1-2 പേരുടെ അനുഭവങ്ങൾ എന്താ വെച്ചാൽ അവർ അത് തന്നെ ഒരു താളം എന്ന് കണ്ടിട്ട് ഓരോ കാര്യങ്ങളും നമ്മളോട് അങ്ങനെ പറയുക. അപ്പം നമുക്കതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അപ്പം അതൊന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവർ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അറിയണവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക. അത് ജാതിയോ മതമോ ഭേദമൊന്നും നോക്കണ്ട. നമ്മൾ ആ മനുഷ്യ സ്നേഹത്തോടു കൂടിയിട്ട് ആർക്കായാലും ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പാടുകളും സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് അവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ ആ മനോധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് വളരെയധികം ഗുണമുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാമജപമൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കാം. പലരും പറയും സുദർശനാമ നാമം ജപിക്കണമെന്ന് പറയണ ഓരോ നാമജപവും എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് നിസ്വാർത്ഥമായിട്ട് പെരുമാറാനും എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ആരോടുമുള്ളിൽ പകയേശിടാതെ
നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണ മതീയ ജന്മം. ശ്രീഹരയേ രാധേശ്യാം രാധേശ്യാം.